നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ഞാൻ കവിത കണ്ണൻ. ജീവിതത്തിൽ നേടേണ്ടവയും തേടേണ്ടവയുമായ ചില കാര്യങ്ങളുണ്ട്. അത്തരം ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ശുഭദിനം സംസാരിക്കുന്നത്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ. ഒരു വ്യക്തി എന്നും ആശ്രമം വൃത്തിയാക്കാൻ വരുമായിരുന്നു. ഒരു ദിവസം ആശ്രമാധിപൻ ചോദിച്ചു, താങ്കൾ എന്തിനാണ് കൂലിയില്ലാതെ വേല ചെയ്യുന്നത്? ആ യുവാവ് പറഞ്ഞു, ഈ ആശ്രമം അതിവിശിഷ്ടമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നിൽ സന്തുഷ്ടനായി അങ്ങ് എന്നെ അനുഗ്രഹിച്ചാൽ എനിക്ക് ധാരാളം സമ്പത്ത് വന്നു ചേരുമെന്ന് ഞാൻ കരുതുന്നു. ആശ്രമാധിപൻ യുവാവിനെ അനുഗ്രഹിച്ചു. യുവാവ് സമ്പന്നനായി. പക്ഷേ അതിനുശേഷം ആ യുവാവിനെ ആശ്രമത്തിലേക്ക് കണ്ടതേയില്ല. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അയാൾ വീണ്ടും ആശ്രമത്തിലെത്തി. അപ്പോൾ ആശ്രമാധിപൻ ചോദിച്ചു, എന്താണ് താങ്കൾ ഇപ്പോൾ വന്നത്? അയാൾ പറഞ്ഞു, സമ്പത്തുണ്ടെങ്കിലും എനിക്കിപ്പോൾ മനസ്സമാധാനമില്ല. ആശ്രമാധിപൻ പറഞ്ഞു, നിങ്ങൾ ചോദിക്കുന്നതേ എനിക്ക് നൽകാൻ കഴിയൂ. ഇത് കേട്ട അയാൾ ആശ്രമാധിപനോട് പറഞ്ഞു, എനിക്ക് തന്ന സമ്പത്തെല്ലാം തിരിച്ചെടുത്തോളൂ. ഞാൻ എത്ര കാലം വേണമെങ്കിലും ഇവിടെ ജോലി ചെയ്യാം. എനിക്ക് മറ്റൊന്നും വേണ്ട, സമാധാനം മതി. സ്വത്ത്, സമ്പാദ്യം, സ്ഥിരനിക്ഷേപം തുടങ്ങിയവ മാത്രമായി അനുഗ്രഹങ്ങളുടെ ചുരുക്കപ്പട്ടിക തിരഞ്ഞെടുത്തു വെക്കുന്നതുകൊണ്ട് പലരും തങ്ങൾക്കുള്ള യഥാർത്ഥ അനുഗ്രഹങ്ങൾ തിരിച്ചറിയാതെ പോകുന്നുണ്ട്. ഉള്ളത് മാത്രമല്ല, ഇല്ലാത്തതും നേട്ടങ്ങളാണ്. മാരകരോഗങ്ങൾ ഇല്ലാത്തത് അനുഗ്രഹമാണ്. ദുരന്തങ്ങളില്ലാത്തതും മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടേണ്ടി വരാത്തതും ജീവിത വിജയം തന്നെയാണ്. വിശപ്പറിയാതെ ജീവിക്കാൻ കഴിയുന്നതും കയറിക്കിടക്കാൻ ഒരിടമുള്ളതും നന്മയാണ്. അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇല്ലാത്തവ കൂട്ടിച്ചേർക്കാൻ വ്യഗ്രതപ്പെടുന്നതിനിടെ ഉള്ളവ ഉപയോഗരഹിതമാകുന്നുണ്ട്. പ്രാഥമിക ആവശ്യങ്ങളുടെ പട്ടികയിൽ വേണ്ട ഒന്നാണ് മനസ്സമാധാനം. അതുപോലെ അറിവും തൊഴിലും പണവും സമ്പാദിക്കുന്നതിനേക്കാൾ പരിശീലനം ആവശ്യമുള്ളത് സന്തോഷം നേടുന്ന കാര്യത്തിലാകണം. ഇല്ലെങ്കിൽ നെട്ടോട്ടമോടാൻ നേടിയതെല്ലാം ആർക്കും ഉപകരിക്കാതെ നഷ്ടപ്പെട്ടു പോകും. ശുഭദിനം.